ഹലോ ഹലോ വാവേ. എവിടെ ഒരു വിവരമില്ലല്ലോ. എന്നോടൊരു വാക്കുപോലും പറയാതെ പോയല്ലേ. എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഇപ്പം എവിടെയാ? ലീവ് കഴിഞ്ഞെത്തിയോ? അറിഞ്ഞു. ലീവൊക്കെ കഴിഞ്ഞു. വാവ വീട്ടിലേക്കൊന്ന് വരാമോ? ഓട്ടോ ആണോ? എപ്പോഴാണ് വരണ്ടേ? അല്ല, ഓട്ടോ ഒന്നല്ല, ഇപ്പം തന്നെ വന്നോളൂ. വരണേ, ഞാൻ വെയിറ്റ് ചെയ്യും. ആ. ഹലോ മിസ്റ്റർ വാവ, വെൽക്കം വെൽക്കം. വാവേ, ഇതാ ജോർജ് ഉടിച്ചായ. മിനിയാന്ന് വന്നു. പ്ലീസ് കം. ഞാൻ പറഞ്ഞില്ലേ വാവയോട് അടുത്ത മാസം ഇച്ചായനിങ് വരുന്ന പറഞ്ഞതാ. കൃത്യസമയത്ത് പുള്ളിക്കാരനിങ് എത്തി. ഇച്ചായന് വാവയെ നല്ലോണം അറിയാം, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ, ഞാൻ കുടിക്കാൻ എടുക്കട്ടെ? തണുത്ത് തന്നെ എടുക്കല്ലേ? ഞാൻ അവളോട് പറയാറുണ്ട് ആരോട് വേണേലും സഹകരിക്കാൻ. പക്ഷെ ആരോട് സഹകരിച്ചാലും ഇടപെട്ടാലും അവരുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഈ വേണം. പഴയ കാലമൊന്നും അല്ലല്ലോ, സാങ്കേതിക സൗകര്യമൊക്കെ നമ്മൾ ഉപയോഗിക്കണം. എൻ്റെ കയ്യിലുണ്ട് വാവയുടെ ഫുൾ ഡീറ്റെയിൽസ്. ഇത് കണ്ട വാവയുടെ ഫുൾ ഡീറ്റെയിൽസ്. ഓട്ടോ, വീട്, ആധാർ. നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം, അല്ലേ വാവേ? കുടിക്കേ. ആ, കുടിക്ക്. ഇത് കുറച്ച് സാധനങ്ങളാ, അതിലൊരു കവറുള്ളത് അനിയത്തിക്ക. കുറച്ച് കോസ്മെറ്റിക്സാ. പിന്നെ അച്ഛൻ ചോദിച്ചു വാവ കുടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു വാവ ഡീസൻ്റാന്ന്. ആ വാവേ, എൻ്റെ വിസ റെഡി ആയിട്ടോ. 5 വർഷത്തേക്കുള്ള ലീവും ഓക്കെ. ഞങ്ങളൊന്ന് വൈകുന്നേരം നാട്ടിലേക്ക് പോകും. അവിടുന്ന് മറ്റന്നാൾ കാനഡയിലേക്ക്. കുടിക്ക്. കുറച്ചുകൂടെ കുടിക്കേ. മതിയാ? ഇറങ്ങുവാണോ? ഓക്കെ. ഓക്കെ, ശരി. ഉമ്മ, ഷാജാൻ എന്തിയേ? വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. ഓനും വാപ്പയും കൂടി സൈനബാൻ്റെ മോളുടെ നിക്കാഹിന് പോയിരിക്കുക. മോൻ നിക്കാഹ്. ഞാൻ പോട്ടുമ്മ, ഷാജാൻ വരുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി. വാവേ മോനെ, എന്താണെന്നൊന്നും എനിക്കറിയില്ല. നാട്ടുകാരോരോന്ന് തോന്നിയ പോലൊക്കെ പറയുന്നുണ്ട്. നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. പഠിച്ചോനെ തൊട്ടുള്ള കളിക്ക് നീ പോവില്ല എന്നും അറിയാം. പക്ഷേ ഇവിടെ ഷാജഹാന്റെ വാപ്പ അതൊന്നും പറഞ്ഞ് തിരിയൂല മൂപ്പർക്ക്. നിന്റെ കൂടെ കൂടി നടക്കുന്നതിന് തന്നെ എന്നും വഴക്കവന്. ഞാനൊരു കാര്യം പറഞ്ഞ മോൻ വിഷമിക്കരുത്. മോൻ ഇനി ഇങ്ങോട്ട് വരരുത്. എനിക്ക് വയ്യ മോനെ അങ്ങേരുടെ ചീത്ത കേൾക്കാൻ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. എല്ലുമ്മ, ഇനി വരില്ല. പ്രശ്നങ്ങളൊക്കെ തീരട്ടെ.
ഹലോ, ഞാൻ രോഹിണിയിലുണ്ട്. നീ ഇങ്ങോട്ട് വാ, ഒരു ബിയർ അടിക്കാം. ആ ഓക്കെ. വാവയല്ലേ? അതെ, പുറത്തൊരാൾ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ കാറിൻ്റെ അടുത്തേക്ക് ഒന്ന് വരും. എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാ, വണ്ടിക്കകത്തുണ്ട്. ഒന്ന് വരും. അതെ എടോ, ഇതൊന്ന് നോക്ക്, ഞാൻ പുറത്തു എടുക്കാം. ശരി സാർ. അടുത്തുണ്ട്, വെളിയിൽ തന്നെ ഉണ്ട്. ഇതിലെ എവിടെ? വണ്ടിക്കകത്തുണ്ട്. എന്താ കാര്യം? ബാറായോണ്ട് ഇറങ്ങാത്ത, വണ്ടിക്കകത്തിരിക്കുക. ദേ കേറി വാവാവേ, പേടിച്ചു പോയി. എന്നെ പേടിക്കാതെ. അവർ പറഞ്ഞു നിങ്ങളുടെ അടുത്തേക്കാന്ന്. ഞാനാദ്യം വിശ്വസിച്ചില്ല. എന്നോടൊന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ഈ നാടകം? വിളിച്ചാൽ വരുമെന്നറിയാം, എന്നാലും അതല്ലല്ലോ. ചില കാര്യങ്ങൾ നീ അറിയാൻ്റെ. നമ്മുടെ ടൗണാണ്, ആളും ബഹളമൊക്കെ ഉണ്ട്. എന്നിട്ടും ഒരു ഈച്ച പോലും അറിയാതെയാണ് ഇവർ നിന്നെ പൊക്കിയത്. അവർക്കാകും അതുപോലെ. ഒരു മനുഷ്യൻ അറിയാതെ നിന്നെ പൊക്കും. ആ, നമ്മുടെ ആളുകളൊക്കെ എത്തിയില്ല. ഒന്നുമില്ലേ, വെറുതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. ഞാനാകെ പേടിച്ചു പോയി. ആരാന്നറിഞ്ഞില്ല, അതാണ് പിറകത്തന്നെ വന്നത്. ഇനി ഈ മണ്ടത്തരം കാട്ടരുത്. കൊണ്ടുപോയത് മറ്റവന്മാരായിരുന്നെങ്കിൽ നീയും തീർന്നു പോകും. ഒരു കാര്യം ചെയ്യുമ്പോൾ ആവേശം മാത്രം പോരാ, ആലോചനയും വേണം. ആ അതുകൊട്ടെ, ഇനി മേലാല് ഇമാതിരി സ്ഥലത്ത് നീ പോകാൻ നിൽക്കരുത്. നളിനേട്ടാ, നിങ്ങൾ എന്തോന്നീ പറയുന്നത്? എനിക്ക് വീടും പൂട്ടി അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുമോ? വീട് പൂട്ടിയിരിക്കണ്ട, പക്ഷെ നീ ബാറി പോകരുത്. സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് നീ. നാളെ നിനക്ക് പലതും ചെയ്യാനുണ്ട്. സമുദായത്തിന്റെ ആദർശം നമ്മളായിട്ട് കളയരുത്. പിന്നെ നിന്റെ ഓട്ടോറിക്ഷ പണി, മുൻപ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ആ പണി വേണ്ട. ഇതേതാ ഈ വീട്? ഇതും നമ്മുടെ ഒരു വീടാണ്. ഞാൻ ഇറങ്ങുക. എനിക്ക് പോയാൽ ബൈക്ക് എടുക്കണം. ഉം.